ആദ്യം നമുക്കൊരു വീഡിയോ കാണാം. വീഡിയോ ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബറുടേതാണ്. എന്താണ് വീഡിയോ എന്ന് മനസ്സിലാക്കാൻ ചെറിയ വിശദീകരണം അതിനു മുമ്പ് തരാം. തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും നൽകിയ ആദ്യത്തെ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യുന്നത്, ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതേക്കുറിച്ച് ജ്യോതി മൽഹോത്ര ചെയ്ത ഒരു വീഡിയോ അത് നമുക്ക് കാണാം. हेलो गाइस, जय हिंद। मैं हूं अभी सिकंदराबाद रेलवे स्टेशन पे और यहाँ पे देख रहे हो कितनी खूबसूरत डेकोरेशन हो रखी है यहाँ पे स्टेज की। और आ चुकी है फर्स्ट आंध्र प्रदेश की और तेलंगाना स्टेट के बीच में दूरी को कम करने के लिए वंदे भारत तेलुगु लोगों की जान शान मान। ये है खूबसूरत सी नई वंदे भारत का फर्स्ट लुक और हम लोग एक्साइटेड हैं इस ट्रेन से ट्रैवल करने के लिए। पासेस हमें मिल चुके हैं और हमारी जो सीट नंबर है वो है चेयर कार में C8 कोच में 24 नंबर। लास्ट टाइम जब मैंने चेन्नई वंदे भारत की थी तो ये मुझे मिली थी मनीषा जी। लगता है ये 35 स्टाफ आप भी यहीं का यही ऐसे में അവരുടെ യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്ത വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്ത വീഡിയോ. ആന്ധ്രാപ്രദേശ്, തെലങ്കാന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് ഭരിക്കുന്നത്. തെലങ്കാന കോൺഗ്രസ്, ആന്ധ്രാപ്രദേശ് TDP. പക്ഷേ പരിപാടി റെയിൽവേയുടേതാണ്. റെയിൽവേയുടെ പരിപാടി, കേന്ദ്ര സർക്കാരിനെ നേരിട്ട് നടത്തുന്ന പരിപാടി, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. വന്ദേ ഭാരതിൽ ആദ്യ യാത്രക്കാരി ക്ഷണിച്ചു വരുത്തി പാസ് നൽകുന്നു യാത്ര ചെയ്യാൻ. ആദ്യ യാത്രക്കാരിയായി ജ്യോതി മൽഹോത്ര. ഈ ജ്യോതി മൽഹോത്ര ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചയാണ്. അവർ കേരളത്തിൽ വന്നിരുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് ക്ഷണിച്ചു വരുത്തിയതാണ്. കേരള ടൂറിസത്തെ കുറിച്ച് നിരവധി വീഡിയോകൾ അവർ ചെയ്യുകയും ചെയ്തിരുന്നു. അവർ മാത്രമല്ല, നിരവധി ബ്ലോഗർമാർ കേരളം സന്ദർശിച്ചിരുന്നു. ടൂറിസം വകുപ്പ് ക്ഷണിച്ചു വരുത്തിയത് തന്നെയാണ്. കേരളത്തിലെ ടൂറിസം പ്രൊമോഷന് വേണ്ടി നടത്തുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെയും ലോകത്തെയും വിവിധ യൂട്യൂബർമാർ കേരളം സന്ദർശിക്കുകയും അവർ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ അവർ ചെയ്യുന്ന വീഡിയോ കണ്ട് ആളുകളെ കേരളത്തിലേക്ക് ആകർഷിക്കുക എന്നതാണ് ടൂറിസം വകുപ്പിൻ്റെ നയം, നിലപാട്. അത് ഇന്ന് തുടങ്ങിയതല്ല, നേരത്തെ ഉള്ളതാണ്. അത് ഒന്നുകൂടി വളരെ ഫലപ്രദമായി നടപ്പാക്കി മന്ത്രി PM മുഹമ്മദ് റിയാസ് എന്നേയുള്ളൂ. പക്ഷേ അതിനുശേഷം ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തു. ചാരക്കേസ്. ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് എന്നും പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് എന്നും അതിനുശേഷം പഹൽഗാം സന്ദർശിച്ചിരുന്നുവെന്നും അതിനുശേഷമാണ് പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണം ഉണ്ടായത് എന്നും വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് സംശയിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുന്നത്. കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് പിന്നീടാണ്, അന്വേഷണത്തിന് ഒടുവിലാണ് കണ്ടെത്തേണ്ടത്. ഇതൊക്കെ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തു എന്നാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അതേ തുടർന്നാണ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതും ആരാണ് ജ്യോതി മൽഹോത്ര എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അതിങ്ങനെയാണ്. हाँ जी सर, करेंगे यहाँ से BSF सिक्योरिटी क्लियर। हरियाणा बीजेपी चाहिए हमारे को तो। चलो जी, तो ये हो गया भाई अपना इंडिया का बॉर्डर क्रॉस. ഈ വീഡിയോ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ്. അതും അവരുടെ യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തതാണ്. അതിന് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറയുകയാണ് ജ്യോതി മൽഹോത്ര, ഞാൻ ഹരിയാന BJP ആണ് എന്ന്. അപ്പോൾ തന്നെ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്യുന്നു. ഹരിയാനയിലെ BJP നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ട് ജ്യോതി മൽഹോത്രയ്ക്ക് എന്ന വാർത്തകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഹരിയാനയിലെ മാത്രമല്ല, ദില്ലിയിലെ BJP നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട് എന്നും വിവിധ സർക്കാർ പരിപാടികൾ സർക്കാരിന് വേണ്ടി, സർക്കാർ ഏജൻസികൾക്ക് വേണ്ടി യൂട്യൂബിലൂടെ നൽകിയിട്ടുമുണ്ട്. ലൈവായും അല്ലാതെയും നൽകിയിട്ടുമുണ്ട് ജ്യോതി മൽഹോത്ര. അവിടെ യൂട്യൂബ് പേജ് പരിശോധിച്ചാൽ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അവരെയാണ് പിന്നീട് ചാരക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കേരളത്തിലെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെടുത്താനും അതിലൂടെ ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസിനെ കുറ്റവാളിയാക്കാനും ചാരനാക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത്, അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത് BJP നേതൃത്വമാണ്. കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമത്തിലും ചാനലായ മീഡിയ വണിലും അത് സംബന്ധിച്ച് വലിയ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കാണ് ഏറ്റവും ധൃതി മുഹമ്മദ് റിയാസിനെ ചാരനാക്കുന്നതിന് വേണ്ടി.
കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി ഇതുവരെയും നിലപാട് പറഞ്ഞിട്ടില്ല. പക്ഷേ രഹസ്യമായി അവർ അതിനു വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട്. കൊടുങ്ങട്ടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നർത്ഥത്തിൽ. കുറേ കാലമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ കേരളത്തിലെ ഒരു പറ്റം മീഡിയയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല രൂപത്തിൽ മരുമകൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ആക്ഷേപം അതൊരു ഭാഗത്ത് നടക്കുന്നു. ദേശീയപാത തകർന്നപ്പോൾ കേരളത്തിലെ റോഡുകൾ മുഴുവൻ തകർന്നു എന്ന് പറഞ്ഞ് വലിയ കോലാഹലമുണ്ടാക്കിയവർ ദേശീയപാത നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, ദേശീയപാത അതോറിറ്റിയാണ് എന്ന കാര്യമൊക്കെ മറച്ചുപിടിച്ച് ഇതിൻ്റെ കുറ്റമെല്ലാം പി എ മുഹമ്മദ് റിയാസിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമങ്ങൾ ഒക്കെ നാം കേരളത്തിൽ കണ്ടതാണ്. അതും വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല. നിരന്തരം ആക്രമിക്കുക, നിരന്തരം അവഹേളിക്കുക, അങ്ങനെ ഒരു വ്യക്തിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന ഈ വ്യക്തിഹത്യ. അതിന് ഉപയോഗിക്കുന്നതോ ചാരപ്രവർത്തനം. ഏത് എക്സ്റ്റെൻഡ് വരെയും ഇവർ പോകും, എന്തും ചെയ്യും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ആദ്യമായിട്ടാണോ യൂട്യൂബർമാർ കേരളത്തിലേക്ക് വരുന്നത്? ആദ്യമായിട്ടാണോ ടൂറിസം വകുപ്പ് യൂട്യൂബർമാരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിക്കുന്ന പ്രശസ്തരായ യൂട്യൂബർമാരെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും കേരളത്തിലെ ടൂറിസം മേഖലയെക്കുറിച്ച് അവരുടെ യൂട്യൂബ് പേജിലൂടെ വീഡിയോകൾ ചെയ്യുകയും അതിലൂടെ പ്രചാരണം കൊടുക്കുകയും അങ്ങനെ വിദേശത്തും ഇന്ത്യയിലുമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. കേരളത്തിലെ ടൂറിസം മേഖല പുതിയ കാലത്ത് പുതിയ മാധ്യമം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ദൃശ്യമാധ്യമങ്ങളിലും അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും വാരികളിലുമൊക്കെയാണ് പരസ്യങ്ങൾ നൽകാറുള്ളത്. ഇന്നത് മാറി പുതിയ കാലത്തിൻ്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് 4-5 മാസത്തിന് ശേഷമാണ് ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്യുന്നത്, ജയിലടയ്ക്കുന്നത്. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നില്ലേ? കേരളം സന്ദർശിക്കുന്ന സമയത്ത് ജ്യോതി മൽഹോത്രയുടെ പേരിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു കേസ് ഉണ്ടായിരുന്നോ? ഉത്തരം പറയണ്ടേ BJP നേതാക്കൾ? എങ്ങനെയാണ് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്ക് പോയത്? ആരാണ് ക്ലിയറൻസ് കൊടുത്തത്? എങ്ങനെയാണ് തിരിച്ചു വന്നത്? തിരിച്ചു വന്ന ശേഷവും അവർ ഇന്ത്യയിൽ ജീവിച്ചിരുന്നില്ലേ? ആ സമയത്ത് ഒന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സംശയം തോന്നിയിരുന്നില്ലല്ലോ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തെങ്കിലും നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നോ? ഇവരെ ക്ഷണിക്കാൻ പാടില്ല, ഇവർ സംശയത്തിന് നിഴലിലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രഹസ്യാന്വേഷണ വിഭാഗം മുഖാന്തരം നൽകാമല്ലോ വിവരങ്ങൾ, അത് നൽകിയിരുന്നു? ഒന്നും നൽകിയിരുന്നില്ല. അവർക്ക് യഥേഷ്ടം പാകിസ്ഥാനിലേക്ക് പോകാനും വരാനും BJP പരിപാടികൾ പങ്കെടുക്കാനും സർക്കാർ ഏജൻസികളുടെ പരിപാടികൾ പങ്കെടുക്കാനും റെയിൽവേയുടെ പരിപാടികൾ പങ്കെടുക്കാനുമുള്ള എല്ലാ അവസരങ്ങളും ചെയ്തു കൊടുത്തിരുന്നു കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ വന്നു എന്നതുകൊണ്ട് മാത്രം, കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ച് 4 വീഡിയോ ചെയ്തു എന്നതുകൊണ്ട് മാത്രം ടൂറിസം വകുപ്പും ടൂറിസം വകുപ്പിനെ നയിക്കുന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസും ചാരനാണ് എന്ന് പറയുന്നത് മിതമായി പറഞ്ഞാൽ ഉളുപ്പില്ലായ്മയാണ്.